ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സായി കമ്പാരിസൺസ് ഭാഗം 41. സത്യസായി ഗീത. 1. വളരെ പേർ ഭഗവത്ഗീത വായിക്കുന്നുണ്ടെങ്കിലും കുറച്ചു പേർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുള്ളൂ. ഭഗവത്ഗീത കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അർജുനൻ്റെ വൈരാഗ്യവും ഏകാഗ്രതയും പരിശീലിക്കണം. നിർമ്മല ഹൃദയവും നിശ്ചല ഭാവവും അത്യന്താപേക്ഷിതമാണ്. ജനിച്ച ഉടൻ തന്നെ ഒരു ശിശു ഉരക്കെ കരയുന്നു. എന്തുകൊണ്ട്? ജീവാത്മാവിന് പ്രകൃതിയിൽ, അതായത് ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥനാകാനുള്ള ആഗ്രഹമില്ല. ഈ കരയുന്ന ശിശു പിന്നീട് ലോകം ഉപേക്ഷിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. ഒരു ജീവിതത്തിൻ്റെ മൂല്യം അളക്കുന്നത് അതിൻ്റെ അവസാനത്തിലാണ്. പ്രേമമാണ് വിത്ത്, ഭക്തിയാണ് തൈയായും സസ്യമായും തീരുന്നത്, വിശ്വാസമാണ് വളം, സത്സംഗം മഴയാണ്, ആത്മാർപ്പണമാണ് പുഷ്പം, ഈശ്വരനുമായി ഐക്യമാണ് ഫലം. അതോടെ ഒരുവൻ തൻ്റെ ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രനാകണം. 3 തരം ആളുകളാണുള്ളത്. താമസികൾ ഇരുമ്പ് ഉണ്ടകൾ പോലെയാണ്. അവരെ മൃദുല സമീപനത്തിനൊന്നും സ്വാധീനിക്കുവാൻ സാധിക്കില്ല. രാജസികൾ പഞ്ഞി പോലെയാണ്. അവർ പറയുന്നത് സ്വീകരിക്കുമെങ്കിലും സ്വന്തം പ്രകൃതത്തിന് മാറ്റം വരുത്തുകയില്ല. സാത്വികർ വെണ്ണ പോലെയാണ്. മറ്റുള്ളവരുടെ സന്തോഷ സന്താപങ്ങളിലും ഈശ്വരലീലാ ശ്രവണത്തിലും അവരുടെ ഹൃദയം ഉരുകുന്നു. അവർ തങ്ങളുടെ ഉറവിടത്തിലേക്ക് സഹതാപത്തിൻ്റെ നീരുറവയിലും ആഴത്തിൽ മുങ്ങുന്നു. ശരീരം ഒരു കുടമാണെങ്കിൽ ക്രോധം, ദ്വേഷം, ലോഭം, അസഹിഷ്ണുത എന്നിവ ആ കുടത്തിലെ ദ്വാരങ്ങളാണ്. ശാന്തി, സൗരഭ്യം, സന്തോഷം എന്നീ ജലം ഈ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകി കുടം ശൂന്യമാകുന്നു. ആ കുടത്തിലെ ദ്വാരങ്ങൾ നികത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തടഞ്ഞാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. വെറുപ്പ് ബാധിക്കുകയാണെങ്കിൽ പ്രേമം വിഷമയമായി മാറുന്നു. കുറച്ചുപേരെ സ്നേഹിക്കുക, പക്ഷേ മറ്റുള്ളവരെ വെറുക്കാതിരിക്കുക. അത് സ്നേഹത്തെ മലിനവും മാരകവുമാക്കി തീർക്കുന്നു. ഒരു യോഗിക്ക് പ്രേമം സ്വാഭാവികമായി ഉണ്ടാകുന്നു. എന്നാൽ ഒരു സാധകന് സേവനത്തിലൂടെയും ആത്മീയ അന്വേഷണത്തിലൂടെയും പ്രേമം സ്വായത്തമാക്കേണ്ടതുണ്ട്. പ്രേമം നാവിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ അല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നുമാണ് പ്രവഹിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് അനുസരിച്ച് മാർക്കുകൾ കിട്ടുന്നു. കൂടുതലുമില്ല, കുറവുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 100-ൽ 5-ഓ 6-ഓ മാർക്കാണ് കിട്ടിയതെങ്കിൽ പരീക്ഷകൻ അത് 0 മാറ്റുന്നു. കാരണം 0-നും 5-നും 6-നുമൊക്കെ ഒരുപോലെ നിഷ്പ്രയോജനമാണ് ഉള്ളത്. എന്നാൽ നിങ്ങൾ പാസ്സാകേണ്ടതിന് വേണ്ടത്ര മാർക്കിൽ നിന്നും അല്പം കുറവാണ് ലഭിക്കുന്നതെങ്കിൽ പരീക്ഷകൻ ആ 2-3 മാർക്കുകൾ ഗ്രേസ് മാർക്കായി നൽകുന്നു, നിങ്ങളെ ജയിപ്പിക്കുന്നു. സാധനയുടെ കാര്യത്തിലും ഇതുപോലെയാണ്. ചെറിയ പുരോഗതി പരാജയത്തിന് സമം തന്നെയാണ്. എന്നാൽ നല്ല പുരോഗതി കൈവരിക്കുന്ന ഒരു സാധകൻ്റെ ശ്രമങ്ങൾ അഭിനന്ദിക്കപ്പെടുകയും ഈശ്വരാനുഗ്രഹം നേടിത്തരികയും ചെയ്യുന്നു. എല്ലാ ഹൃദയങ്ങളും ഈശ്വരൻ്റെ സ്വത്താണ്. എല്ലാം ഈശ്വരൻ്റെ സ്ഥാനമാണ്. പക്ഷേ ഒരു ജന്മി തൻ്റെ ഏക്കർ കണക്കിന് സ്ഥലമുള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കുന്നത് പോലെ എല്ലാ ഹൃദയങ്ങളും ഈശ്വരൻ്റേതാണെങ്കിലും പരിശുദ്ധമായ ഒരു ഹൃദയത്തിൽ മാത്രമേ ഈശ്വരൻ വസിക്കുകയുള്ളൂ. വാഴയ്ക്കായും പച്ചമാങ്ങയും പഴുപ്പിക്കുന്നതിനായി വൈക്കോലിലോ ഉണക്കപ്പുല്ലിലോ ഒരു അടച്ചിട്ട മുറിയിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ ചൂടുകൊണ്ട് അവ പാകമായി സ്വാദുള്ള പഴമായി തീരുന്നു. ഈശ്വരധ്യാനം അതുപോലെ ശരിയായ ചൂട് നൽകി നിങ്ങളെ മാധുര്യമുള്ളവനാക്കി തീർക്കുന്നു. എല്ലാ മനുഷ്യരുടെയും യാത്ര ശ്മശാനത്തിലേക്കാണ്.
ഓരോ നിമിഷവും നിങ്ങളെ മരണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സമയത്തിന് ചെയ്തു തീർക്കുക. നിങ്ങൾ ഒരു ശവം ആകുന്നതിന് മുമ്പ് ശിവമാണ് എന്ന് മനസ്സിലാക്കുക. ആ ബോധം നിങ്ങളെ സംരക്ഷിക്കും. ഭൗതിക ജീവിതത്തിന് നിങ്ങൾക്ക് ഒരു സമയവിവര പട്ടിക ഉള്ളതുപോലെ ആത്മീയ ജീവിതത്തിനും ഒരെണ്ണം തയ്യാറാക്കുക. രാവിലെ നാമധ്യാന ജപമാകുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണമായി ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയ ഈശ്വരാരാധന, വൈകുന്നേരത്തെ ചായയ്ക്കും പലഹാരത്തിനും ആത്മീയ ശാസ്ത്ര പഠനം, രാത്രിയിലെ ഭക്ഷണം, ഭജനം, കീർത്തനാലാപനം എന്നിവ ചെയ്യുക. ഈ സമയവിവര പട്ടിക അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായ ഉറക്കവും രാവിലെ ഉണരുമ്പോൾ നല്ല ഉണർവും ഉണ്ടാകുന്നു. ജയ് സായിരാം.